ഹായ്, ഹെവി ലൈസൻസിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ടി ആണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. നമ്മൾ കാറിനൊക്കെ ആണെങ്കിൽ എച്ച് ആണ്, പക്ഷേ ഇതിന് ടി ആണ് ഇടേണ്ടത്. അപ്പോൾ ഇന്ന് ടി ഇട്ട് വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെവി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ടി ഇട്ട് നോക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചാണ്. 23-ാം തീയതി ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ, അതായത് എങ്ങനെയാണ് ട്രയൽ ഇട്ടിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ നോക്കാം. ആദ്യമായിട്ടാണ് ബസ് ഓടിച്ച് നോക്കണത്, എന്തായാലും നോക്കി നോക്കാം. കമാൺ. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വണ്ടി ഓഫ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി ന്യൂട്രൽ ഇട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റിൻ്റെ പൊസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ചില ആളുകൾ മുന്നോട്ടോ ബാക്കോട്ടോ വെച്ചിട്ടുണ്ടാവും. നമുക്കത് കംഫർട്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മുന്നോട്ട് എടുക്കുക. വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് റൈറ്റിലേക്കാണ് പോകേണ്ടി വരിക. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ വരുന്ന കമ്പിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുക. ആ കമ്പിയോട് ചാർന്ന് നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുക. അതിനുശേഷം ആ കമ്പിയിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് എത്തിയതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ ടേൺ ചെയ്യുക. സ്റ്റിയറിങ് ഫുള്ളായിട്ട് ടേൺ ചെയ്തിട്ട് വളച്ച് മുന്നോട്ടെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു കമ്പി കണ്ടോ, ലെഫ്റ്റിലെ ഒരു കമ്പി, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിയറിങ് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോവുക. മുന്നോട്ട് മാക്സിമം പോവുക. നമ്മുടെ ആ കമ്പി കഴിയുന്നത് വരെ നമ്മൾ മുന്നോട്ട് എടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റിവേഴ്സ് ഗിയർ ഇടുക. റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ബാക്കോട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കോട്ട് മെല്ലെ എടുക്കുക. അധികം സ്പീഡ് എടുക്കരുത്. സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ പൊസിഷൻ കഴിഞ്ഞു പോകും. നമ്മളൊരു പൊസിഷനിലെത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ടേൺ ചെയ്യണം. അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കമ്പിയുണ്ട്, ആ കമ്പിയുടെ അവിടെ എത്തുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ടേൺ ചെയ്യണം. ഫുള്ളായിട്ട് ടേൺ ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കുക. അവിടെ നമ്മൾ സെക്കൻഡ് കമ്പി കാണുമ്പോൾ, ഫസ്റ്റ് കമ്പിയല്ല സെക്കൻഡ് കമ്പി കാണുന്ന സമയത്ത് തിരിച്ച് നമ്മൾ സ്റ്റിയറിങ് റിലീസ് ചെയ്തിട്ട് പിന്നെയും ബാക്കോട്ട് പോവുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ മാക്സിമം ബാക്കോട്ട് പോവുക. ഏറ്റവും ലാസ്റ്റ് കമ്പി സ്റ്റിയറിംഗ് വീലിൻ്റെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷനിൽ എത്തുന്നത് വരെ നമ്മൾ ബാക്കോട്ട് പോകണം. ലാസ്റ്റ് കമ്പി കാണുന്നത് വരെ നമ്മൾ ബാക്കോട്ട് എടുത്ത് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് എടുക്കുക. അതായത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് മുന്നോട്ട് എടുക്കുക. മുന്നോട്ട് എടുക്കുമ്പോൾ ഇത്തവണ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലുള്ള കമ്പിയിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ട് ആ കമ്പി നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഫുള്ളായിട്ട് ടേൺ ചെയ്ത് വീണ്ടും മുന്നോട്ട് എടുക്കുക. മുന്നോട്ട് എടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ കമ്പി കാണുന്ന സമയത്ത് സ്റ്റിയറിങ് റിലീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയി മാക്സിമം മുന്നോട്ട് പോയി അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും റിവേഴ്സ് ഗിയർ ഇടുക. റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ നേരെ ബാക്കോട്ട് പോവുക. ഫസ്റ്റ് കമ്പി കഴിഞ്ഞ് രണ്ടാമത്തെ കമ്പി കാണുമ്പോൾ, ഫസ്റ്റ് കമ്പി നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിന് നേരെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കമ്പിയിലേക്ക് എത്തുന്ന സമയത്ത് വണ്ടി സ്റ്റോപ്പ് ആവാൻ പാടില്ല കേട്ടോ. അവിടെ എത്തുന്ന സമയത്ത് ഫുള്ളായിട്ട് ടേൺ ചെയ്യുക. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ടേൺ ചെയ്തിട്ട് നമ്മൾ ബാക്കോട്ട് എടുക്കുക. അങ്ങനെ ബാക്കോട്ട് മെല്ലെ, ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കോട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് ഈ സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കുക. അവിടെ സെക്കൻഡ് കമ്പി, ഫസ്റ്റ് കമ്പിയല്ല സെക്കൻഡ് കമ്പി കാണുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് റിലീസ് ചെയ്ത് ബാക്കോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ മാക്സിമം ബാക്കോട്ട് പോവുക. അതായത് ലാസ്റ്റ് കമ്പി കാണുന്നത് വരെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ടെസ്റ്റ് ടി കംപ്ലീറ്റ് ആവും. പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, നമ്മൾ ആവേശം കൂടിയിട്ട് സ്പീഡ് എടുത്തിട്ട് ചെയ്യരുത്. സ്ലോ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാം.